സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണ. ശ്രീകൃഷ്ണായ നമ. അങ്ങനെ ഋഷികേശിൽ ഭാഗവതം ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത് ഋഷികേശിലെ തന്നെ പുരാതനമായ രണ്ടാമതൊരു പാലമാണ് ലക്ഷ്മൺ ചൂല എന്ന് പറയുന്നത്. ലക്ഷ്മൺ ചൂല അതൊരു നടപ്പാലമാണ്. പഴയ കാലത്ത് ഇരുമ്പ് സ്റ്റീലിൻ്റെ റോപ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പം ഈ ലക്ഷ്മൺ ചൂല എന്ന് പറയുന്ന ആ പാലം നടപ്പാലം ഇപ്പം ഉപയോഗിക്കുന്നില്ല. അത് ഒരു സന്ദർശന വസ്തുവാക്കി വെച്ചിരിക്കുകയാണ്. പുതിയ പാലം പണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഗംഗാദേവിയുടെ മറ്റൊരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഗംഗാദേവിയുടെ ഓരോ പ്രദേശത്തെയും ഭാവവും രൂപവും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ ശ്ലോകം, ധർമ്മപ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷിഭിഃ തത്ക്ഷണാത്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകം നാം കേട്ടു. ഋഷിവര്യന്മാരുടെയും പൗരാണിക ആചാര്യന്മാരുടെയും ഈശ്വര സങ്കല്പം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഈശ്വര സങ്കല്പത്തിലെ പരമമായ സത്യമായ ആ പരമാത്മസ്വരൂപത്തിനെ ആണ് ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് സത്യം പരം ധീമഹി എന്ന് വ്യാസഭഗവാൻ ഒന്നാമത്തെ ശ്ലോകം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഈ ശ്രീമദ് ഭാഗവതം എന്ന പുണ്യഗ്രന്ഥത്തിൻ്റെ ഉത്കൃഷ്ടതയെക്കുറിച്ചും ആണ് പറയുന്നത്. ധർമ്മപ്രോജ്ജിത കൈതവോ അത്ര പരമോ എന്ന് ആരംഭിക്കുന്ന ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, മഹാമുനികൃതേ മുനിശ്രേഷ്ഠനായ ശ്രീനാരായണനാൽ ആദ്യം സംക്ഷേപരൂപത്തിൽ രചിക്കപ്പെട്ടതായ ശ്രീനാരായണൻ എന്ന മുനിശ്രേഷ്ഠനിൽ രചിക്കപ്പെട്ട അത്ര ശ്രീമദ് ഭാഗവതേ, അത്ര ഈ ശ്രീമദ് ഭാഗവതേ, ശ്രീ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ നിർമ്മത്സരാണാം സതാം, നിർമ്മത്സരാണാം മത്സരബുദ്ധി ഇല്ലാത്ത, അന്യന്റെ ഉത്കർഷത്തിൽ അസൂയാലുവാകുകയോ അത്തരം മാനസികാവസ്ഥയിലെത്തുകയോ ചെയ്യാത്ത സതാം സജ്ജനങ്ങളുടെ, നിർമ്മത്സരാണാം സതാം പരോത്കർഷത്തിൽ അസഹിഷ്ണുതയില്ലാത്ത സജ്ജനങ്ങളുടെ മുനിശ്രേഷ്ഠനായ ശ്രീനാരായണനാൽ ആദ്യം സംക്ഷേപരൂപത്തിൽ രചിക്കപ്പെട്ടതായ ഈ ശ്രീ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ പരോത്കർഷത്തിൽ അസഹിഷ്ണുതയില്ലാത്ത സജ്ജനങ്ങളുടെ പ്രോജ്ജിത കൈതവഃ ഫലകാംക്ഷ എന്ന കാപട്യം നിശേഷം വിട്ടിരിക്കുന്ന പരമഃ അത്യുത്തമമായ ധർമ്മഃ കർമ്മകാണ്ഡവിഹിതമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ഈ മഹാഭാഗവതത്തിൽ നല്ല മനുഷ്യരുടെ അന്യന്റെ ഉത്കർഷത്തിൽ, അന്യന്റെ ഉന്നതിയിൽ അസൂയയൊന്നും തോന്നാതെ നല്ല മനസ്സോടുകൂടിയിരിക്കുന്ന സജ്ജനങ്ങളുടെ അവരെങ്ങനെയുള്ളവരാണ്? പ്രോജ്ജിത കൈതവഃ, ഫലകാംക്ഷ എന്ന കാപട്യം നിശേഷം വിട്ടിരിക്കുന്നവരാണവർ. അങ്ങനെയുള്ളവരുടെ കർമ്മകാണ്ഡവിഹിതമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഭാഗവതത്തിൽ. ഈ ഭാഗവതത്തിൽ അവരുടെ കർമ്മകാണ്ഡത്തിൻ്റെ വിഹിതം, അവരുടെ ധാർമ്മികമായ ജീവിതക്രമത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ ഇതിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗവതം വാസ്തവം ശിവദം, പരമാർത്ഥഭൂതവും പരമസുഖപ്രദവുമാണ്. എങ്ങനെ? ഫലകാംക്ഷ എന്ന കാപട്യം നിശേഷം വിട്ടിരിക്കുന്ന സജ്ജനങ്ങളുടെ കർമ്മകാണ്ഡവിഹിതമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഈ ഭാഗവതത്തിൽ. അങ്ങനെയുള്ള ഭാഗവതമാണ് പരമാർത്ഥഭൂതവും പരമസുഖപ്രദവും ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നുള്ള മൂന്ന് വിധം താപങ്ങളെ വേറെറുത്തു വിടുന്നതുമാണ്. ഈ മൂന്ന് താപങ്ങളാണ് താപത്രയം എന്നറിയപ്പെടുന്നത്.
ഈ താപത്രയോന്മൂലനം, താപം എന്നാൽ സങ്കടം, ആധി എന്നുള്ള അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആധി ആത്മീകമായ ആധി, ആധി ദൈവികമായ ആധി, ആധി ഭൗതികമായ ആധി. ഈ 3 താപങ്ങളാണ്. ആ താപങ്ങളെ വേരറുത്തു വിടുന്നതുമായ ഭാഗവതം. ജ്ഞാനകാന്ഡ പ്രോക്തമായ ബ്രഹ്മതത്വമാണത്. ഒരു വസ്തുവാണ്. താപത്രയോന്മൂലനം വസ്തു. അങ്ങനെ ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നീ 3 വിധം താപങ്ങളെ വേരറുത്തു വിടുന്നതുമായ ജ്ഞാനകാന്ഡ പ്രോക്തമായ, ജ്ഞാനകാന്ഡത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായ ആ ബ്രഹ്മതത്വം. ഇതേ ബ്രഹ്മതത്വത്തെ കുറിച്ച് തന്നെയാണ് 1-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞത്. മായാകൽപിതമായ ഒരു തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതികളെ നിയന്ത്രിക്കുന്ന ആ പരമമായ ശക്തി, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. അങ്ങനെ ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ അങ്ങനെ ജ്ഞാനകാന്ഡപ്രോക്തമായ ബ്രഹ്മതത്വം ഇതിൽ നിന്നും തന്നെ അറിയാവുന്നതാണ്. ഭാഗവതത്തിൽ നിന്ന് തന്നെ എന്താണ് ബ്രഹ്മതത്വം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പരൈഹി, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഈശ്വരൻ ഹൃദയത്തിൽ, മറ്റുള്ള ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ഗ്രന്ഥങ്ങൾ അറിയുമ്പോഴും ഈശ്വരൻ ഹൃദയത്തിൽ സദ്യ കിം വാ അവരുദ്ധ്യതേ, ഉടൻ തന്നെ അവരോധിക്കപ്പെട്ടെന്ന് വരുമോ ചോദിക്കുകയാണ്. എന്നാൽ അത്ര ഈ ഭാഗവതത്തിന്റെ വിഷയത്തിലാകട്ടെ ശുശ്രൂഷിഭിഹി, കേൾപ്പാൻ ആഗ്രഹം കൊള്ളുന്ന കൃതിഭിഹി, പുണ്യാത്മാക്കളാൽ തക്ഷണാത്, അപ്പോൾ തന്നെ ഈശ്വരൻ ഹൃദയത്തിൽ അവരോധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ മഹത്വം പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം വർണ്ണിക്കുകയാണ് 2-ാമത്തെ ഈ ശ്ലോകത്തിലൂടെ. മറ്റുള്ള ഗ്രന്ഥങ്ങളെ പോലെയല്ല ഭാഗവതം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഹൃദയത്തിൽ വന്ന് സ്ഥാനം പിടിക്കും എന്നാണ് ഭഗവാൻ വേദവ്യാസ മുനീന്ദ്രൻ നമ്മളോട് ഈ 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിനെ നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് വർണ്ണിച്ചിരിക്കുന്നു എന്ന് നോക്കാം. വസ്തു നിർദ്ദേശം 2-ാം പദ്യത്തെ കൊണ്ടു ചൊല്ലി, വസ്തു നിർദ്ദേശം 2-ാം പദ്യത്തെ കൊണ്ടു ചൊല്ലി, സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി മേദ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കലു കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തിയുണ്ടാവാൻ, പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലേണമോ. ഭാഗവതത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ച്, അതിൻ്റെ 18 പുരാണങ്ങൾ പുണ്യവത്തായ മഹത്തായ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വസ്തുനിർദ്ദേശം എന്ന 2-ാം പദ്യത്തെ കൊണ്ടാണ് ചൊല്ലിയിരിക്കുന്നതെന്നാണ് തുഞ്ചത്താചാര്യൻ വേദവ്യാസന്റെ 2-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുരുഷാർത്ഥമായിരിക്കുന്ന സത്യമാണ്. ആത്മതത്വവും പരമാത്മതത്വവും അതിന് പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്നതാണ്, പരിശുദ്ധമായിരിക്കുന്ന ധർമ്മമുണ്ട്. അത് കേൾക്കുകയേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ. അത് കേട്ട് കഴിഞ്ഞാലോ മോക്ഷവും വരുമെന്ന് അദ്ദേഹം 2-ാമത്തെ ശ്ലോകത്തിലൂടെ, കഴിഞ്ഞ ശ്ലോകത്തിൽ ധർമ്മഭ്രോജിത എന്ന ആ ശ്ലോകത്തിന്റെ അതിൻ്റെ ലളിതമായ ഒരു പഠനം നമ്മളിലേക്ക് എത്തിക്കുകയാണ് തുഞ്ചത്താചാര്യൻ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ഇതാണ് 2-ാമത്തെ ശ്ലോകം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം.